ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസം നമ്മുടെ വീട്ടിലില്ലാതിരുന്ന നമ്മുടെ വീടൊക്കെ വല്ലാതെ വൃത്തികേടായിട്ട് മെസ്സിയായിട്ട് കിടക്കുമല്ലേ. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് കുറച്ച് ദിവസം ഇങ്ങനെ മാറി നിൽക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നതേ ഉള്ളൂ. ഇന്നലെ രാത്രിയായി കേട്ടോ നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ കൂടുതലും ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. കാരണം അത് കൂടുതൽ പൊടിയൊക്കെ അടിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ച് ഒക്കെ എടുക്കണം. അതുപോലെ കുറേ തുണികളൊക്കെ എനിക്ക് മടക്കി വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു ഇവിടുന്ന് പോവേണ്ടതായിട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒന്നും ഒതുക്കി വയ്ക്കാനോ ഒന്നും ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും പെട്ടെന്നൊരു നമുക്കൊരു ആവശ്യം വരുമ്പോഴത്തേക്കും ഇങ്ങനെ നമുക്ക് ധൃതിയിൽ ഇങ്ങനെ ഇട്ടിട്ട് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ വീടൊക്കെ ഒന്ന് വൃത്തികേടായിട്ട് കിടക്കും നമ്മൾ വരുന്ന സമയത്തേക്കും. 4-5 ദിവസം വരെ ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തതാണ് കേട്ടോ. നിങ്ങൾക്കും കൂടെ ഒരു മോട്ടിവേഷനായിട്ട് തോന്നുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീടിൻ്റെ അകം മൊത്തം എന്താ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ തുണികളായാലും പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു വാരിയൊക്കെ ഇങ്ങനെ ഇട്ടേക്കാണ്. പെട്ടെന്നാണ് ഇവിടുന്ന് പോവേണ്ടതായിട്ട് വന്നത്. അപ്പോൾ ഒന്നും അടുക്കി പറക്കി വെക്കാനോ ഒന്നിനും ഒരു സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മക്കളൊക്കെ രാവിലെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലത്തെ ഫുഡൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി. ഞാൻ ഫസ്റ്റ് സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ച് വാരിയൊക്കെ ഇട്ടത്. അപ്പോൾ ആരെങ്കിലും പെട്ടെന്നൊന്ന് കയറി വന്നാലും അവിടെ സിറ്റൗട്ടിൻ്റെ ആ ഭാഗം ഒന്ന് വൃത്തിയായിട്ട് കിടക്കുമല്ലോ. പിന്നെ ഞാൻ കിച്ചണിൽ ഇവിടെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഉച്ചത്തേക്കുള്ള ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അത് ഇനി വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിന് പച്ചക്കറികളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇങ്ങനെ വച്ചേക്കായിരുന്നു. പിന്നെ പയർ രാവിലെ ഇവിടെ ഒരു ചേച്ചി കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ വീട്ടിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് വന്നപ്പോഴത്തേക്കും ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ, വരിക്കച്ചക്ക. അപ്പം അറുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടെ പേപ്പറിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അത് പേപ്പർ മാറ്റിയപ്പോഴത്തേക്കും ഈച്ചയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കവറെടുത്ത് ഇങ്ങനെ മൂടി വെച്ചതാണ്. അപ്പോൾ കൂടുതൽ ഈച്ചകളൊന്നും വന്നിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം ആയതുള്ളൂ ഒന്ന് തുറന്ന് വെച്ചിട്ട് ആ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട്, ന്യൂസ് പേപ്പർ ആയതുകൊണ്ടാണ് അതിനങ്ങൊന്ന് മാറ്റിയത്. കുടിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം അടിച്ചു വാരാനൊക്കെ പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ തന്നെ എടുത്ത് മാറ്റാനുള്ള സമയമൊന്നും കിട്ടിയില്ല. ഇന്നലെ രാത്രി ആയിരുന്നല്ലോ വന്നത്. യാത്ര ചെയ്ത് വന്നതിൻ്റെ നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. പിന്നെ ആ ഹോളും നമ്മുടെ റൂമും ഒക്കെ ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു. അത്രയും പൊടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ രാത്രി തന്നെ ഒന്ന് തുടച്ചിട്ടത്. വേറെ ഒന്നും ചെയ്യാനൊന്നും നിന്നില്ല. പറക്കി ഒതുക്കാനോ ഒന്നും നിന്നില്ല കേട്ടോ. പിന്നെ ഇന്നലെ കൊണ്ടുവച്ചിരുന്ന സാധനങ്ങളും പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ട്രൈപോഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കവറൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പുറത്ത്. പിന്നെ ഇന്ന് കൊണ്ടുവച്ച കുറേ സാധനങ്ങളും ഇതൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഈ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് ഇങ്ങനെ നിറഞ്ഞ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് എടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് ഇടുന്നത്. അപ്പോൾ കൈയുടനെ അപ്പോൾ തന്നെ അങ്ങ് തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെയൊക്കെ അങ്ങ് ഒട്ടിപ്പിടിച്ച് അങ്ങ് വൃത്തികേടായിട്ട് കിടക്കും. ഇപ്പോൾ ഭക്ഷണം കഴിച്ചതിൻ്റെ സാധനങ്ങളും പിന്നെ മോളും ഇവിടെ വന്നിരുന്നാണ് അവളുടെ എന്തെങ്കിലും വർക്കുകളൊക്കെ ചെയ്യുന്നത്. വർക്കുകളെന്ന് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും പേപ്പറൊക്കെ ഒട്ടിച്ച് പറക്കിയൊക്കെ ഇരിക്കും. പിന്നെ എന്തെങ്കിലും ഈ കൂടുതലും പശയൊക്കെയാണ് ആവുന്നത്. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്. ഇപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ ഞാൻ വെള്ളം മുക്കി പിഴിഞ്ഞിട്ടാണ് അവിടെയൊക്കെ തുടച്ചെടുത്തത് കേട്ടോ. അപ്പോൾ അവിടെ അതിൻ്റെ പുറമൊക്കെ ഒന്ന് നീറ്റായിട്ടുണ്ട്. പിന്നെ ഇവിടെ മെഷീൻ്റെ പുറത്തും പിന്നെ നമ്മുടെ ദിവാങ്കോടിൻ്റെ പുറത്തും ഒക്കെ കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. തുണികളും ഒക്കെ ആയിട്ട് അങ്ങനെ എല്ലായിടവും നിറഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അപ്പം അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും സാധനം കിട്ടുമ്പോഴത്തേക്കും മിക്കവാറും ഇതിൻ്റെ പുറത്തൊക്കെ തന്നെയാണ് കേട്ടോ കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ താക്കോലായാലും എന്തായാലും ഇപ്പം ഒന്നീ ടി വിയുടെ ഫ്രണ്ടിലായിരിക്കും അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തായിരിക്കും കേട്ടോ. അപ്പം എൻ്റെ മെഷീനൊക്കെ ഏകദേശം ഒരു പരിവായിരിപ്പുണ്ട്. ഞാൻ കുറേ നാളായി കേട്ടോ അതിൽ തയ്ക്കുകയൊക്കെ ചെയ്തിട്ട്. വാങ്ങിച്ച സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു തയ്ക്കാനൊക്കെ. ഇപ്പം തയ്ക്കാനും ഒന്നും സമയവുമില്ല. തയ്ക്കാൻ വേണ്ടി ഇരിക്കുന്നില്ല കേട്ടോ. ദേവൂട്ടിയുടെ യൂണിഫോം മാത്രമേ ഇതിൽ തയ്ച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ വേറെ ഒന്നും തയ്ച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കുറേ നാളായി കേട്ടോ ഞാൻ മെഷീനൊക്കെ ഒന്ന് ചവിട്ടിയൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റക്കായി ഇരിക്കുന്നുണ്ടോ ഒന്നും അറിയില്ല. അപ്പോൾ ഇടയ്ക്ക് അതും എടുത്ത് ഒന്ന് ഇളക്കിയൊക്കെ നോക്കണം. പൊടിയൊക്കെ തുടച്ചൊക്കെ ഞാൻ പുറമേ ഉള്ള പൊടിയൊക്കെ തുടച്ചിടുവന്നേ ഉള്ളൂ. എങ്കിലും ഞാൻ ചവിട്ടാറില്ല കേട്ടോ മെഷീൻ. അപ്പോൾ എന്തെങ്കിലും തുണികളൊക്കെ എടുത്തിട്ടൊക്കെ തയ്ക്കണമെന്ന് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നതാണ്.
പക്ഷേ എനിക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല കേട്ടോ. തയ്ക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് വേണ്ടിയിട്ട് മാത്രം അങ്ങ് ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിന് വേണ്ടിയിട്ട് പറ്റുന്നില്ല. പിന്നെ ദാ ഇവിടെ ടി.വി സ്റ്റാൻഡിൻ്റെ പുറത്തുള്ള പൊടികളൊക്കെ ഒന്ന് തുടയ്ക്കുകയാണ് കേട്ടോ. ഞാൻ ഈ ക്ലീനിങ്ങിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഒരു നനഞ്ഞ തുണിയും കൂടെ മുറുക്കി പിഴിഞ്ഞ് എടുത്തോളും കേട്ടോ. കാരണം നമ്മൾ ഈ പൊടിയൊക്കെ തുടയ്ക്കണമല്ലോ. പൊടി തുടയ്ക്കാനും പിന്നെ എവിടെയെങ്കിലും അഴുക്ക് പിടിച്ച് ഇരിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നനഞ്ഞ തുണിയുള്ളത് നല്ലതാണ്. അതുകൊണ്ട് മിക്കവാറും ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങുന്ന സമയത്ത് ആ ഒരു നനഞ്ഞ തുണിയും കൂടെ ഇങ്ങനെ എടുക്കാറുണ്ട്. എന്നും ഇങ്ങനെ തുടച്ച് പോവുകയാണെങ്കിൽ അധികം അഴുക്ക് പിടിച്ചതായിട്ട് നമുക്ക് തോന്നില്ല. അത് എപ്പോഴും എല്ലായിടവും ഇങ്ങനെ നീറ്റായിരിക്കും. ഇപ്പോൾ സ്വിച്ച് ബോർഡിൻ്റെ ആ ഭാഗമൊക്കെ തുടയ്ക്കുകയാണെങ്കിൽ ഒരു ഉണങ്ങിയ തുണിയായിരിക്കും നല്ലത്. ഞാൻ പിന്നെ ഈ എടുത്ത തുണി തന്നെ വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്തതാണ്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ട്രൈപോഡ് വന്നതിൻ്റെ ആ ഒരു ചെറിയൊരു ബോക്സും കൂടെയാണ്. ഇപ്പോൾ ഇത് ദേവൂട്ടിയുടെ ഡാൻസിനുള്ള കുടമാണ് കേട്ടോ. അപ്പോൾ 13-ാം തീയതി ദേവൂട്ടിക്ക് സ്കൂളിൽ ഡാൻസാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിങ്ക് കുടമാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് യെല്ലോ കുടം മാത്രമേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് കിട്ടിയ കുടവും വാങ്ങിച്ചുകൊണ്ട് വന്നു. അതുമല്ല ഒന്നും വാങ്ങിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ലായിരുന്നു. ഇന്നലെ തന്നെയാണ് ഇങ്ങോട്ട് വരുന്ന സമയത്താണ് ഞങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ ഇനി ദിവസങ്ങളും ഇല്ലല്ലോ, അതുകൊണ്ട് നേരത്തെ കിട്ടിയതിനെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഡൈനിങ് ഏരിയ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാ ഇവിടെ ഇനി നമ്മുടെ ഹാളിൻ്റെ ആ ഭാഗത്ത് അവിടെയൊക്കെ ഒന്ന് ടീപ്പോയുടെ പുറമൊക്കെ ഒന്ന് തുടച്ചിടുകയാണ്. പിന്നെ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പൂ വാങ്ങിച്ചതും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കണം. പിന്നെ കുറച്ച് തുണികളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ കുടം കൊണ്ടുവന്ന് ആ കസേരയുടെ പുറത്താണ് വെച്ചിട്ടുള്ളത്. അതിനെ ഇനി റൂമിൽ കൊണ്ട് വയ്ക്കണം, സൂക്ഷിച്ച് വയ്ക്കണം. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിമുട്ടിയൊക്കെ അത് ചീത്തയായി പോവും. മക്കൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിട്ടൊക്കെ തട്ടും കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് സൂക്ഷിച്ചു കൊണ്ട് വയ്ക്കണം. പിന്നെ സെറ്റിയുടെ പുറമൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് തട്ടിക്കുടയാണ്. ഞങ്ങൾ ഇവിടെ ഇല്ലാന്ന സമയത്ത് ക്ഷേത്രത്തിൽ നിന്ന് വന്നതാണ് കേട്ടോ നോട്ടീസ്. അത് പുറത്ത് കിടക്കുകയായിരുന്നു, ഞാൻ ഇവിടെ അകത്തെടുത്തുകൊണ്ട് വന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഉത്സവ സമയം ആയതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ നോട്ടീസൊക്കെ മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അങ്ങനെ ഇതാ ഇവിടെ അഴക്കം ഒന്ന് തട്ടി കുടഞ്ഞിട്ട് ഇതാ അവിടെ അതിൻ്റെ സെറ്റിയുടെ കവറും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ ആഴ്ചയിൽ ഒരിക്കൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ സെറ്റിയുടെ കവറൊക്കെ കഴുകി ഇടാറുണ്ട്. നമ്മൾ അവിടേക്ക് ഇപ്പം അധികം അവിടെ അങ്ങനെ ആരും ഇരിക്കാറില്ല കേട്ടോ. മിക്കവാറും എല്ലാവരും ദിവാങ്കോട്ട് പുറത്തൊക്കെയാണ് ഇരിക്കുന്നത്. ഈ സെറ്റിയുടെ പുറത്തൊക്കെ ഇരിക്കുന്നതൊക്കെ കുറവാണ് കേട്ടോ. അതുകൊണ്ട് വലുതായിട്ട് അങ്ങനെ അഴുക്കാവാറില്ല. എങ്കിലും പൊടിയൊക്കെ അടിച്ചിട്ടൊക്കെ ഒരുമാതിരി ഇരിക്കുമല്ലോ, പൊടിയൊക്കെ കാണുമായിരിക്കും. എങ്കിലും അതുകൊണ്ട് ഏകദേശം 2 ആഴ്ചയൊക്കെ കൂടുമ്പോഴത്തേക്കും ഞാൻ ഈ സെറ്റിയുടെ കവറൊക്കെ ഒന്ന് കഴുകിയിടാറുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ പൂച്ചയൊക്കെ ഉള്ളതുകൊണ്ട് പൂച്ചയൊക്കെ അതിൻ്റെ പുറത്തൊക്കെ വന്ന് ഇങ്ങനെ കിടക്കും. അപ്പോൾ അതിൻ്റെ അഴുക്കും ഒക്കെ ഉണ്ടാവാറുണ്ട്. ആഴ്ചയിലൊരിക്കൽ ഇതിൻ്റെ പുറമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് ഇടും. അപ്പം നല്ലവണ്ണം ക്ലീൻ ആയില്ല എന്നുണ്ടെങ്കിലും കുറേയൊക്കെ അങ്ങ് ക്ലീനായി കിടക്കും കേട്ടോ. അപ്പോൾ പുതിയത് വാങ്ങിച്ചിട്ട് നമ്മൾ ആ സമയത്ത് തന്നെ എല്ലാ ആഴ്ചയും ഇങ്ങനെ ക്ലീൻ ചെയ്ത് പോയാൽ കുഴപ്പമില്ല. നമുക്ക് ഇപ്പം പാല് വെച്ച സമയത്ത് ഇങ്ങനെ കിട്ടിയതാണ്. അപ്പോഴേ ഉള്ള സെറ്റിയാണ് കേട്ടോ. ഏകദേശം 9 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ ഈ സെറ്റിക്ക്. അപ്പോൾ എല്ലാ സമയത്തും നമുക്കിങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇങ്ങനെ നല്ല കിറ്റുകൾ കിട്ടുകയാണെങ്കിൽ ഞാൻ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. എല്ലാം അല്ല എങ്കിലും നല്ലത് നോക്കിയിട്ട് ഞാൻ അങ്ങനെ വച്ചേക്കും. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാമല്ലോ. ഹോളൊക്കെ ഏകദേശം അടിച്ചു വാരി കഴിയാറായിട്ടുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ ഇവിടെ അടിച്ചു വാരാൻ ഇറങ്ങുമ്പോഴത്തേക്കും ആ തുണിയുണ്ടല്ലോ, ഞാൻ ഒരു നനഞ്ഞ തുണി ഉപയോഗിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് എടുത്തിട്ട് ഷോക്കേസൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ച് പോകാറുണ്ട്. അപ്പോൾ അവിടെ നിന്നും കൂടെ പൊടി തട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല പിന്നെ പൂവിൻ്റെ ചവറും എല്ലാം ഉണ്ട് കേട്ടോ. അതാണ് ഇത്രയും ചപ്പും ചവറും ഒക്കെ ഉള്ളത്. എല്ലായിടത്തും ഒന്നും കൂടെ തട്ടിയിടുമ്പോഴത്തേക്കും ഒരുപാട് ഇങ്ങനെ വേസ്റ്റ് ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെയാണ് കേട്ടോ. ഇന്നലെ ഞാൻ തൂത്ത് തുടച്ച സ്ഥലമാണെന്ന് പോലും എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, രാത്രി വന്ന സമയത്ത് ഞാൻ ഇവിടേക്ക് ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടതാണ് കേട്ടോ. ഇനി ഇതേ അടുത്ത് ബെഡ്റൂമിലേക്കാണ് വന്നത്. അപ്പോൾ ബെഡ്റൂമിൽ കുറേ തുണികളൊക്കെ ഇങ്ങനെ വാരിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴുകിയിട്ടതും പിന്നെ ഞാൻ കൊണ്ടുപോയിട്ട് വന്നതും എല്ലാം കൂടെ ഞാൻ ഇങ്ങനെ ബെഡിൻ്റെ പുറത്ത് ഇങ്ങനെ കൊണ്ട് വച്ചേക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കണം. ഫസ്റ്റ് ഞാൻ ഇവിടെ ബെഡിൻ്റെ പുറമൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞിടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് അതിൻ്റെ പുറത്തിരുന്ന് ആ സോക്സിൻ്റെ ബോക്സും ഒക്കെ എടുത്ത് അങ്ങ് അലമാരയ്ക്കകത്ത് വയ്ക്കുകയാണ്. അത് ദേവൂട്ടി പോകാൻ നേരത്തെ എടുത്ത് പുറത്തേക്ക് വെച്ചതാണ് കേട്ടോ.
അങ്ങനെ എൻ്റെ ബെഡിൻ്റെ പുറമൊക്കെ നല്ലോണം തട്ടിക്കുടഞ്ഞ ശേഷം ഇനി നമ്മുടെ അലമാരയുടെ പുറമൊക്കെ നല്ലോണം ഒന്ന് തുടയ്ക്കുകയാണ്. ആ ഗ്ലാസ്സൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. നനഞ്ഞ തുണി ഉള്ളത് കൊണ്ട് ഞാൻ എവിടെയൊക്കെ അഴുക്ക് കാണുന്നുണ്ടോ അവിടെയൊക്കെ ഞാൻ ഇങ്ങനെ തുടച്ച് പോവുകയാണ് കേട്ടോ. പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പുറത്തിരുന്നതിനൊക്കെ എടുത്ത് അങ്ങ് അകത്തേക്ക് വയ്ക്കുകയാണ്. ജസ്റ്റ് ഒന്ന് തുടച്ച് പോകുന്ന മാത്രമേ ഉള്ളൂ. അവിടെ വലിയ പൊടിയൊന്നും ഇല്ല എങ്കിലും ചെറുതായിട്ട് ആ തുണി കയ്യിലിരിക്കുന്നത് കൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് തുടച്ച് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനി അവിടെയൊക്കെ ഒന്ന് തൂത്തിട്ടാൽ മാത്രം മതി. വലിയ ചവറൊന്നുമില്ല, ഹോളിലുള്ളതുപോലെ ചവറൊന്നുമില്ല കേട്ടോ ഇവിടെ. അപ്പം അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഹോളിൽ നിന്ന് ഒരു കസേര എടുത്തുകൊണ്ട് വയ്ക്കുന്നത് ഈ തുണികളൊക്കെ വാരി അതിൻ്റെ പുറത്തേക്ക് വയ്ക്കാനാണ് കേട്ടോ. എന്നിട്ട് ബെഡിൽ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നല്ലോണം വിരിച്ചിടണം. അല്ലാന്നുണ്ടെങ്കിൽ ആ തുണി അവിടെ തന്നെ കിടക്കും, അതൊരു വൃത്തികേടായിട്ട് കിടക്കുകയല്ലേ. അപ്പോൾ അത് എല്ലാം കൂടെ ഒന്നും കസേരയിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. ഇനി ഞാൻ ബെഡ്ഷീറ്റൊക്കെ നല്ലോണം വിരിച്ചിടുകയാണ് കേട്ടോ. അടുത്ത് ഞാൻ നേരെ കിച്ചണിലേക്കാണ് വന്നത്. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്കുള്ള ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ചോറ് മാത്രം തിളപ്പിച്ച് കുക്കറിൽ വച്ചതേ ഉള്ളൂ. പിന്നെ കറികളൊന്നും വച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഇനി വേണം വയ്ക്കാൻ. അവിയലാണ് കേട്ടോ ഞാൻ വയ്ക്കുന്നത്. പച്ചക്കറികളൊക്കെ നേരത്തെ ഫ്രിഡ്ജിൽ വാങ്ങിച്ച് വെച്ചത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ രാവിലെ ഞാൻ ഇഡ്ഡലി സാമ്പാറുമായിരുന്നു. അപ്പോൾ സാമ്പാർ വെച്ചതുകൊണ്ട് പിന്നെ അവിയലും കൂടെ വയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ അതേ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ അവിയലിന് അരപ്പിടാൻ വേണ്ടി കുറച്ച് തേങ്ങയും ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് ചെറുതായിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ്. എന്നിട്ട് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്നതിന് മുമ്പ് നല്ലവണ്ണം വേവുന്നതിന് മുമ്പേ ഞാൻ അരപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചേക്കുകയാണ്. കുറച്ചുകൂടെ ആവിയിലിരുന്നൊന്ന് വേകട്ടെ. പിന്നീട് അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിയൽ മാത്രം വയ്ക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും പിന്നെ വിചാരിച്ചു തോരൻ കൂടെ വയ്ക്കാമെന്ന്. അങ്ങനെ തോരന് വേണ്ടിയിട്ട് ആ പയർ എടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ഒരു സവാളയും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി അടച്ചു വെച്ചു. അപ്പോൾ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്കും അരപ്പിട്ട് കൊടുക്കുകയാണ്. കുറച്ച് തേങ്ങയും വറ്റൽമുളകും പിന്നെ കുറച്ച് ജീരകവും വെളുത്തുള്ളിയും കൂടെ ഇട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി ചൂടാകാൻ വേണ്ടി വച്ചേക്കുകയാണ്. പിന്നെ കുറച്ച് മുളകും കൂടെ ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 3-4 പച്ചമുളകൊക്കെ എടുത്ത് ഒന്ന് കീറിയെടുക്കുകയാണ്. അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് എടുക്കണം. അതിനുശേഷം നമ്മുടെ എണ്ണയിലിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ ഉപ്പ് ഇട്ട് വെച്ചിരിക്കുന്ന ഈ മുളകിനെ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ പടപടാന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കും അതുകൊണ്ടാണ് ഞാൻ ഒന്ന് നീങ്ങി നിന്നത്. ആ സമയത്തേക്കും കൊണ്ട് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നേ. ചേട്ടൻ വന്ന ഉടനെ ചക്കയൊക്കെ ഒന്ന് വെട്ടിപ്പറിച്ചെടുക്കുകയാണ്. ഇനി മുളക് വറുത്തതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം ഒരു കായം കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ച് എടുക്കുകയാണ്. ചേട്ടൻ ഇവിടെ ചക്ക തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വരിക്കച്ചക്കയാണ്, എങ്കിലും ചെറിയ വല പോലെ ഉണ്ട് കേട്ടോ. നല്ല മധുരമുണ്ട്, പക്ഷേ ചെറിയൊരു വല പോലെയൊക്കെ ഉണ്ട്. അങ്ങനെ ചേട്ടൻ കുറേയൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനും കൂടെ ഒന്ന് അറുത്ത് പരീക്ഷിക്കുകയാണ്. കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ചക്കയിൽ നിന്നും കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ദേവൂട്ടി ഇന്നലെ രാത്രി തന്നെ അറുത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് മടിച്ച് അതിന് വെട്ടിയെടുത്തില്ല. അപ്പം അവൾക്ക് വേണ്ടി കുറച്ച് മാറ്റി വയ്ക്കണം. കേശുവിന് ചക്ക വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് അവന് വേണ്ടി വെച്ചേക്കുന്നില്ല. ദേവൂട്ടിക്ക് 2-3 കഷ്ണം ഇങ്ങനെ വച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അതിനുശേഷം ഞാൻ അവിടെ തുണികൾ മടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബെഡ്റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതവിടെ ഇട്ടിരുന്ന ഇപ്പം മടക്കിയില്ലെങ്കിൽ പിന്നെ അതവിടെ അങ്ങനെ കിടക്കും. ഞാൻ തുണി മടക്കാൻ വന്നപ്പോഴത്തേക്കും പൂച്ചയും കൂടെ കയറി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഒരു വിധത്തിൽ തുണി മടക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ 2-3 പ്രാവശ്യം അതിനെ താഴെ ഇറക്കി വിട്ടതാണ്. വീണ്ടും അത് കയറി ബെഡിലേക്ക് കിടക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു അത് അവിടെ തന്നെ അങ്ങ് കിടക്കട്ടെ എന്ന്. അപ്പോൾ അത് ഞാൻ തുണി മടക്കി കഴിഞ്ഞതിന് ശേഷം മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ദേവൂട്ടിക്കാണെങ്കിൽ ചക്ക കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വല ആയതുകൊണ്ട് അവൾ അധികം അങ്ങനെ കഴിച്ചില്ല. 2-3 എണ്ണം കഴിച്ചിട്ട് അങ്ങനെ വച്ചു. കേശുവിനാണെങ്കിൽ ദോശയാണ് കൊടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.